നമസ്കാരം. നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇപ്പോൾ ഒരു പർദ്ദ വിവാദം നടക്കുന്നുണ്ട്. സാധാരണ ഇത്തരം വിവാദങ്ങൾ ലോകത്തിലെ ഏത് ഭാഗത്ത് നടന്നാലും അത് വാർത്തയാക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ വേണ്ടതുപോലെ അത് വാർത്തയാക്കുന്നില്ല. എന്തുകൊണ്ടും അത് വിവാദമാകാതെ പോകുന്നു? അതിൻ്റെ കാരണം ഇതിലെ ഇരകളും വേട്ടക്കാരും ഒരു വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമാണ്. ഇത് വിവാദമാകുന്നത്, വർഗീയ വിഷയമായി കത്തിപ്പടരുന്നത്, ചിലരൊക്കെ അടുപ്പൂട്ടി ചർച്ച നടത്തുന്നത് അവിടെ മോദിയോ BJPയോ ഒരു ഘടകമാകുമ്പോഴാണ്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഒരു മുസ്ലിം മാനേജ്മെൻറ്റ് കോളേജിൻ്റെ തീരുമാനമാണ് വിവാദത്തിന് കാരണമായിരിക്കുന്നത്. ആ വിവാദത്തിലെ ജനപക്ഷം ഉയർത്തിക്കാട്ടുന്നതും മുസ്ലിം സമൂഹത്തിലെ വലിയൊരു വിഭാഗമാണ്. അതിനെ എതിർക്കുന്നത് മുസ്ലിം സമുദായത്തിലെ മൗലികവാദികളും. അതുകൊണ്ട് തന്നെ ഈ വിഷയം അധികമാരും ചർച്ച ചെയ്യുന്നില്ല എന്നതാണ് ഖേദകരമായ കാര്യം. തിരൂരങ്ങാടി പോക്കർ സാഹിബ് മെമ്മോറിയൽ ഓർഫനേജ് കോളേജിലാണ് വിവാദം കത്തിപ്പടരുന്നത്. ഈ കോളേജ് മുജാഹിദുകളുടേതാണ്. അവരാണ് വാസ്തവത്തിൽ ഇസ്ലാമിക പാരമ്പര്യങ്ങളും ഇസ്ലാമിക അടയാളങ്ങളും ഒക്കെ പ്രചരിപ്പിക്കാൻ മുൻകൈയെടുത്തത്. പർദ്ദയാണെങ്കിലും വസ്ത്രധാരണമാണെങ്കിലും ഒക്കെ അവരാണ് മുൻകൈയെടുത്ത് പ്രചരിപ്പിച്ചത്. സലഫിസത്തിന്റെ ഭാഗമാണ്. പണ്ടൊക്കെ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് മുസ്ലിം പെൺകുട്ടികൾ പർദ്ദയിട്ട് വരില്ലായിരുന്നു. അവർ തലമുണ്ടിടുമായിരുന്നു, പക്ഷെ പർദ്ദ പോലും ഇടുമായിരുന്നില്ല. അവർ അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ മറയ്ക്കുമായിരുന്നു. പക്ഷെ ഒരിക്കലും മറ്റാർക്കും അത് ബുദ്ധിമുട്ട് തോന്നുന്ന തരത്തിലായിരുന്നില്ല. അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമെന്ന നിലയിലായിരുന്നു. അത്തരത്തിലുള്ള മാറി പർദ്ദയിലേക്ക് ഫോക്കസ് ചെയ്തത് അവരാണ്. എന്നാൽ പ്രചരണത്തിന് ഒരു ദോഷമുണ്ടായി. മൗലികവാദികൾ ശക്തിപ്പെട്ടു. മൗലികവാദികൾ പർദ്ദയ്ക്കപ്പുറത്തേക്ക് കിടന്ന് നിക്കാബിലേക്ക് എത്തി. പണ്ടൊക്കെ കേരളത്തിൽ പൂർണ്ണമായും മുഖം മറച്ച് ആരെയും കാണാനില്ലായിരുന്നു. ഇന്ന് അവരുടെ എണ്ണം കൂടി. ഒരു സ്ത്രീ കണ്ണും മൂക്കും പോലും കാണിക്കരുതേ എന്ന മൗലികവാദ ചിന്തയിലേക്ക് ചിലരെ മാറ്റി. വാസ്തവത്തിൽ മലബാറിൽ ഇന്ന് പണ്ടില്ലാത്ത വിധത്തിൽ നിക്കാബ് ധരിക്കുന്ന ഒരു രീതി വന്നു. ഇത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒന്ന്, നിക്കാബ് ധരിക്കുന്ന ഒരാളെ ഐഡന്റിഫൈ ചെയ്യാൻ തടസ്സമായി മാറും. സ്ത്രീയുടെ പൂർണ്ണാവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. സ്ത്രീ ആഗ്രഹിക്കുന്നെങ്കിൽ നല്ലത്, തെറ്റൊന്നുമില്ല. എങ്കിൽ പോലും ഒരു സ്ത്രീയുടെ മുഖം പോലും ആരും കാണരുതേ എന്ന മാമൂൽ ചിന്ത പ്രോത്സാഹിപ്പിക്കേണ്ടതാണോ എന്ന് പരിഗണിക്കേണ്ടതാണ്. പക്ഷേ തീരുമാനിക്കേണ്ടത് സ്ത്രീയാണെന്ന് അടിവരയിട്ട് പറയുന്നു. പക്ഷേ പൊതുവിടങ്ങളിൽ അത് പ്രശ്നമുണ്ടാക്കും. സുരക്ഷ, പൊതുസമൂഹത്തിൻ്റെ സുരക്ഷ, പലപ്പോഴും ഈ കള്ളന്മാർ നിക്കാബ് ധരിച്ച് രംഗത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. പല മോഷ്ടാക്കളും അങ്ങനെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടാവും. അതുപോലെ പരീക്ഷകളെ ഇത് ബാധിക്കും. പരീക്ഷ എഴുതാൻ വരുന്ന ഒരാളെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാതെ വരുന്ന സാഹചര്യം ഉണ്ടാവും. അത്തരമൊരു സാഹചര്യമാണ് ഈ തിരൂരങ്ങാടി കോളേജിനെ വിവാദത്തിലേക്ക് നയിച്ചത്. തിരൂരങ്ങാടി കോളേജ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ പരീക്ഷാ സെൻ്ററാണ്. തിരൂരങ്ങാടി കോളേജിന് കൃത്യമായ യൂണിഫോം പോളിസി, കൃത്യമായ നിയമങ്ങളെ അച്ചടക്കമൊക്കെ ഉണ്ട്. അതിനെ അംഗീകരിക്കുന്നവർ തന്നെയാണ് അവിടെ പഠിക്കുന്നത്. അത് എല്ലാ തരത്തിലുള്ള ആളുകളുമുണ്ട്. പക്ഷെ അവർ കുറച്ചുകൂടി പരിഷ്കരണവാദികളായതുകൊണ്ട് അവർ അത്തരം കാര്യങ്ങളിൽ കർക്കശ നിഷ്ഠയുള്ളവരാണ്. പക്ഷെ പരീക്ഷാ സെന്റർ ആയപ്പോൾ മറ്റ് ചില കോളേജുകളിൽ നിന്നും കുട്ടികൾ എത്താൻ തുടങ്ങി. അവർ പക്ഷേ തിരൂരങ്ങാടി കോളേജിന്റെ നിബന്ധനകൾ പാലിക്കാൻ തയ്യാറായില്ല. ഏതാണ്ട് 30ഓളം കുട്ടികൾ തൊട്ടടുത്തുള്ള ഒരു കോളേജിൽ നിന്നും നിക്കാബ് ധരിച്ചുകൊണ്ട്, അത് മുഖം പോലും മറച്ചുകൊണ്ട് പരീക്ഷ എഴുതാൻ വന്നു. അവിടെ ചില അസ്വസ്ഥതകൾ സൃഷ്ടിച്ചു. പ്രിൻസിപ്പൽ അസീസിന്റെ അടുത്ത് പരാതി എത്തി. പ്രിൻസിപ്പൽ ആകെ ആശയക്കുഴപ്പത്തിലായി. കാരണം ഈ സുന്നികളെ പിണക്കിക്കൊണ്ട് ഈ കോളേജ് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കുട്ടികളിൽ കൂടുതലും സുന്നികളാണ്. അതേസമയം കോളേജിന്റെ നയങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം. അതുകൊണ്ട് പരീക്ഷ കഴിഞ്ഞപ്പോൾ ഈ കുട്ടികളെ കണ്ട് പ്രിൻസിപ്പൽ അസീസ് പറഞ്ഞു, മക്കളെ, ഈ കോളേജിനൊരു നിയമമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കോളേജിലേക്ക് നിക്കാബ് ധരിച്ചു വന്നോളൂ, മുഖം മറച്ചു വന്നോളൂ. പക്ഷേ ക്യാമ്പസിൽ കയറി കഴിയുമ്പോൾ മുഖം മാത്രം മറയ്ക്കരുത്, പുറകോട്ടിട്ടാൽ മതി, മുഖം കാണണം. ഞങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യണം. ഐഡന്റിറ്റി കാർഡ് നോക്കി ഐഡന്റിഫൈ ചെയ്താൽ മാത്രമേ അത് അനുവദിക്കൂ എന്ന് പറഞ്ഞു. പരീക്ഷ കഴിയുമ്പോഴാണ്, പരീക്ഷ എഴുതാൻ ആദ്യം അനുവദിച്ചിരുന്നു. കാരണം പരീക്ഷ എഴുതാൻ ഒരു തടസ്സം ഉണ്ടാക്കിയില്ല, ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ ഈ കുട്ടികൾ വീട്ടിൽ ചെന്ന് പറഞ്ഞു, ചിലത് പ്രശ്നമാക്കി. ഒരു കുട്ടിയുടെ ഉപ്പ അസീസിനെ വിളിക്കുന്നു. അസീസ് തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അസീസ് പറഞ്ഞു, ഞങ്ങളുടെ കോളേജിൽ പോളിസി ഇതാണ്, അത് മാറ്റാൻ കഴിയില്ല. കുട്ടികൾ നിക്കാബ് ധരിച്ചു വന്നോട്ടെ, ക്യാമ്പസിൻ്റെ അകത്ത് അവർ മുഖം കാണിച്ചാൽ മതിയാവും എന്നവർ പറഞ്ഞു. ആ റെക്കോർഡിംഗ് ഇങ്ങനെയാണ്. ഹലോ, അസ്സലാമു അലൈക്കും. PSMO കോളേജ് പ്രിൻസിപ്പൾ അല്ലേ? യെസ്. ഞാൻ എൻ്റെ മകള് ഇവിടെ ക്രസന്റ് ക്യാമ്പസിൽ കുട്ടി പഠിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇന്നലെ പരീക്ഷക്ക് വന്ന സമയത്ത് എന്തോ സാറ് വിളിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ വിളിച്ചതല്ല, ഞാൻ പരീക്ഷ കഴിഞ്ഞ് പോകുന്നവരവിടെ കണ്ടപ്പോൾ ഒരു വിവരം പറഞ്ഞതാണ്. നമ്മുടെ കോളേജിൽ ക്യാമ്പസിൽ കയറുന്ന സമയത്ത് ഫേസ് കവർ ചെയ്ത് കയറുന്നതാണ്. ഓക്കെ, നമ്മുടെ കോളേജിന്റെ പോളിസി അതാണ്. അത് കണ്ടപ്പോൾ അവരോട് എക്സാം റൂമിൽ നിന്ന് വരെ മൊത്തം ഇറങ്ങിയത് കവർ ചെയ്തിട്ടാണ്. ആരാണ് തിരിച്ചറിയുക? അവരോട് പറഞ്ഞിട്ടുണ്ട് പരീക്ഷ വരുന്ന സമയത്ത് അവർ പുറമേ നിന്ന് അങ്ങനെ വരിക, ഉള്ളിൽ കയറുന്ന സമയത്ത് ഫേസ് കവർ മാറ്റിയിട്ട് ഓക്കെ ഉള്ളിൽ കയറി പരീക്ഷ എഴുതി പോവാ. അല്ല, അത് നിങ്ങൾ പറഞ്ഞു തന്നെ ക്യാമ്പസിന്റെ അകത്ത് ക്യാമ്പസിന്റെ അകത്ത് ഫേസ് കവർ മാത്രം പറ്റൂല. ക്യാമ്പസിനകത്ത് പരീക്ഷാ ഹാളിലല്ല. പരീക്ഷാ ഹാളിലല്ല, ക്യാമ്പസിനകത്ത്. അത് നിങ്ങളെ നിയമമാണോ, കോളേജ് കൗൺസിലാണോ, മാനേജ്മെന്റ് ആണോ? കോളേജിന്റെ നിയമമാണ്. കോളേജ് കൗൺസിലിന്റെ കോളേജിന്റെ നിയമമാണ്. ശരി.
അല്ല സത്യം പറഞ്ഞാൽ ഇത് എവിടെയും കാണുന്നില്ല. അത് ഞങ്ങളെ ചോദിക്കാൻ കാരണം ഞാനെന്തായാലും കണ്ടപ്പോൾ അവരോട് പറഞ്ഞു, പലരും പറയാത്തതായിരിക്കും, എനിക്കറിയില്ല. PSMO കോളേജിൽ നമ്മൾ പാലിക്കുന്ന നിയമമാണത്. അതായത് PSMO ക്യാമ്പസിന്റെ അകത്ത് നിക്കാബ് പറ്റൂല, ഫ്രണ്ട് കവർ, വേറൊന്നുമല്ല, ഫേസ് കവർ ചെയ്തിട്ട് പറ്റൂല തന്നെയാണ് നിയമം. പറ്റൂല. ഞാനത് പറയേണ്ട ബാധ്യത എനിക്കുണ്ട് ആസ് പ്രിൻസിപ്പൽ. ഓക്കെ, ഞാനത് കണ്ടപ്പോൾ അവരോട് പറഞ്ഞു. നല്ലതാ പറഞ്ഞത്. കുട്ടികൾക്ക് മാനസികമായിട്ട് സ്ഥിരമായിട്ട് അത് കഴിച്ചു വെക്കാത്ത കുട്ടികളാണ്. ഓൾറെഡി പരീക്ഷന്റെ അകത്ത്, പരീക്ഷ ഹാളിന്റെ അകത്ത് ഓക്കെ, അതിന് ഐഡന്റിറ്റി കേട്ടോ, ബാക്കോട്ടിട്ട് കയറാം, അത്രയും വേണ്ട, അയച്ചു വെക്കൊന്നും വേണ്ട, ഫേസ് മാത്രം റിവീൽ. അല്ല അതൊക്കെ പരീക്ഷ ഹാളിന്റെ അകത്ത് ഓക്കെ, അതെന്തായാലും ഐഡന്റിറ്റി ചെയ്യണം, അതൊക്കെ. പക്ഷേ ക്യാമ്പസിന്റെ അകത്ത് പറയാന്ന് പറഞ്ഞത്, ഞാനൊരു JNU പഠിച്ച ആളാണ്, ഞാൻ അധ്യാപകനാണ്, JNU പഠിച്ച ആളാണ്. പക്ഷേ ഇത് എവിടെയില്ലാത്ത നിയമമാണെന്ന് പറയാം. ഞാനതൊന്നും നിഷേധിക്കുന്നില്ല. നിങ്ങള് പിന്നെ ആയിരിക്കാം, തിരുവങ്ങാടി PSMO കോളേജ് തന്നെയല്ലേ, ഞാൻ അത് ചോദിക്കാണ്. തിരുവങ്ങാടി PSMO കോളേജ് തന്നെ ഇവിടെയുള്ള ആളായിരിക്കുമല്ലോ, നിങ്ങൾ PSMO പഠിച്ചതുമായിരിക്കാം, ചിലപ്പോ ഒക്കെ ആയിരിക്കാം. നമ്മളിപ്പം പാലിക്കുന്ന നിയമമാണത്. ഓക്കെ, ഈ റെക്കോർഡ് ചെയ്ത ഈ ശബ്ദ സംഭാഷണം പുറത്തുവിട്ടു. ഇതോട് വലിയ വിവാദമായി. പല മുസ്ലിം സംഘടനകളും രംഗത്തിറങ്ങി. നമുക്കറിയാം, എവിടെയും കുത്തിത്തിരിപ്പ് നടത്തുന്ന ചില സംഘടനകളുണ്ട്. SKSF പോലും ഇതിൻ്റെ അറ്റം പിടിച്ചുകൊണ്ട് കുട്ടികൾക്ക് മൗലികാവകാശം ലംഘിക്കുമെന്ന് പറഞ്ഞ് ബഹളം വെച്ചു. സത്യം പറഞ്ഞാൽ പ്രിൻസിപ്പൾ ആകെ പെട്ടുപോയി. പ്രിൻസിപ്പൾ കൃത്യമായൊരു നിലപാട് പരീക്ഷയുടെ സുതാര്യതയ്ക്ക് വേണ്ടി എടുത്തതാണ്. പക്ഷേ ഈ തുറന്നു പറഞ്ഞതുകൊണ്ട് തന്നെ ഇത് വിവാദമാകുന്ന പശ്ചാത്തലമുണ്ടായി. സുപ്രഭാതം ഇത് വാർത്തയാക്കി. ആകപ്പാടെ അടിമുടി പ്രശ്നം വഷളായി മുമ്പോട്ട് പോകുന്നു. പരീക്ഷ എഴുതുമ്പോൾ കുട്ടികൾ മുഖം മറയ്ക്കണമോ വേണ്ടയോ എന്ന ചോദ്യമാണ്. പരീക്ഷ എഴുതുമ്പോൾ പോലും കുട്ടികൾ മുഖം മറയ്ക്കണമെന്ന് വാശി കാണിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? വലിയ വിവാദത്തിലേക്ക് ഇത് പോയിക്കൊണ്ടിരിക്കുന്നു. ബോധപൂർവ്വം ചിലരൊക്കെ ഇത് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നു. ഇതിനിടയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗമായ AK അനുരാജ് ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തുന്നു. അദ്ദേഹം VCക്ക് ഒരു കത്തയക്കുന്നു. കത്താണ് പ്രേക്ഷകർ ഞാൻ കാണിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് ചില മാനദണ്ഡങ്ങൾ പ്രഖ്യാപിക്കണം. പ്രത്യേകിച്ച് വസ്ത്രധാരണത്തിൽ ഒരു ഏകത വേണം. ആളുകൾ മുഖം മറച്ച് പരീക്ഷ എഴുതാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞ് AK അനുരാജ് കത്തയക്കുന്നു. ഈ കത്ത് VC പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇത് പുതിയ വിവാദങ്ങൾക്ക് കാരണമാകാം. എന്ത് കഴിക്കണം, എന്ത് ധരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് വ്യക്തിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ അവർ കഴിക്കുന്ന ഭക്ഷണം വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ നോക്കണം. മുസ്ലിം കമ്മ്യൂണിറ്റി ഇടയിൽ പോയിട്ട് പന്നി കഴിക്കുന്നത് ശരിയല്ല. അതുപോലെ തന്നെ ഹിന്ദുക്കളുടെ മാത്രം ഇടയിൽ പോയിട്ട് ബീഫ് കഴിക്കുന്നതും ശരിയല്ല. അത് നിയമമല്ല, മര്യാദയാണ്. അതുപോലെ തന്നെയാണ് എന്ത് ധരിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ബുർഖ ധരിക്കണമെങ്കിൽ ധരിക്കാം, നിക്കാബ് ധരിക്കണമെങ്കിൽ ധരിക്കാം. പക്ഷേ ഒരു സ്ഥാപനത്തിൽ പഠിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ആ സ്ഥാപനത്തിന് നിയമം പാലിക്കണം. പരീക്ഷ എഴുതാൻ പോകുമ്പോൾ തീർച്ചയായും മുഖം കാണാനുള്ള അവസരം ഉണ്ടാവണം. അതാണ് നീതി, അതാവണം നിയമം.